ഹലോ എവരി വൺ, മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡെലൂഷൻസ് അഥവാ ഭ്രമങ്ങൾ കുടിയിരിക്കുന്ന മനസ്സിനെ പറ്റിയാണ്. അചഞ്ചലമായ വിശ്വാസങ്ങൾ, യഥാർത്ഥ വേദന, ഇതാണ് ഒരു ഭ്രമ മനസ്സിൻ്റെ ഉള്ളിൽ. ഭ്രമം അഥവാ ഡെലൂഷൻ എന്നത് സത്യമല്ലാത്ത പക്ഷേ മാറ്റാനാവാത്ത ഉറച്ച വിശ്വാസമാണ്. ഇത് സാധാരണ പിടിവാശിയോ തെറ്റിദ്ധാരണയോ അല്ല. ഇത് ഒരു മനോരോഗ ലക്ഷണമാണ്. ഉദാഹരണത്തിന്, ചിലർക്ക് തോന്നാം, എന്നെ ആരോ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ അയൽക്കാരൻ എനിക്ക് ദോഷം ചെയ്യാൻ പദ്ധതിയിടുന്നു, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് മറ്റു ബന്ധമുണ്ട്, ഒരു പ്രശസ്തൻ എന്നെ രഹസ്യമായി സ്നേഹിക്കുന്നു. എത്ര തെളിവ് നൽകിയാലും ഈ വിശ്വാസങ്ങൾ മാറുകയില്ല. എന്തുകൊണ്ടാണ് ഇത് വേദനാജനകമാകുന്നത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് അസംബന്ധം പോലെ നമുക്ക് തോന്നാം. പക്ഷേ ആ മനസ്സിനുള്ളിൽ ജീവിക്കുന്നവർക്ക് ഭയം, സംശയം അല്ലെങ്കിൽ കൃത്രിമമായ സ്നേഹം എല്ലാം പൂർണ്ണമായും യാഥാർത്ഥ്യമാണെന്ന് തോന്നും. അതുകൊണ്ട് ആശങ്ക, ഒറ്റപ്പെട്ടിരിക്കുക, ബന്ധങ്ങൾ തകരുക, ചിലപ്പോൾ പ്രകോപിതമായ പെരുമാറ്റം വരെ ഉണ്ടാകാം. കാരണം ഭ്രമത്തിൻ്റെ വിശ്വാസം തെറ്റായാലും അനുഭവിക്കുന്ന വേദന യാഥാർത്ഥ്യമാണ്. ഭ്രമങ്ങൾ സാധാരണയായി സ്കിസോഫ്രീനിയ, ഡെലൂഷണൽ ഡിസോർഡർ, മൂഡ് ഡിസോർഡർ ഇതുപോലെയുള്ള രോഗങ്ങളിൽ കാണാം. ചികിത്സയിൽ ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകൾ ആണ് പ്രധാനം. അതുപോലെ തന്നെ വേണ്ടതാണ് കരുണയും രോഗത്തെയും രോഗിയെയും മനസ്സിലാക്കലും. തെറ്റായ വിശ്വാസങ്ങളെപ്പറ്റി തർക്കിക്കുന്നത് ഒരിക്കലും സഹായിക്കുകയില്ല. പകരം സഹാനുഭൂതിയും വിദഗ്ധ സഹായവുമാണ് വേണ്ടത്. അവസാനമായി പറയട്ടെ, ഓരോ ഭ്രമത്തിൻ്റെയും പിന്നിൽ വേദന അനുഭവിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഓർമ്മിക്കുക. രോഗിയുടെ വേദനയെ കാണാനും കരുണയോടെ പിന്തുണയാകാനും കഴിയുന്നത് വലിയ അനുഗ്രഹമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.